കർക്കിടക മാസമാണ്, നല്ല മഴയാണ്, എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പഴം നിറച്ചത് തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. ഞാൻ ആകെ 3 പഴമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, പഴം ഓവറായിട്ട് പഴുക്കരുത്, ഒരു മീഡിയം പഴുപ്പ് മാത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഴം നിറച്ചത് സക്സസ് ആവുള്ളേ. അപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ ഈ അറ്റൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നടു കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ചെറുപ്പാണ്. അപ്പോൾ നന്നാക്കി വാഷ് ചെയ്തിട്ട് മാത്രം ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പഴമല്ലാതെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി എടുത്ത് ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി കുറച്ച് പണികളുണ്ട് കേട്ടോ ഇത് വേകുമ്പോഴത്തേക്ക്. ഞാനിതാ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. നമുക്ക് 3 പഴം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് തേങ്ങ മതി കേട്ടോ. ഏകദേശം ഇതൊരു കാമുറിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഒരു 3 ഏലക്കായ് എടുത്തിട്ടുണ്ട്. ഏലക്കായ് ഞാൻ കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ടാണ് നന്നാക്കി ചതച്ച് എടുത്തതാണ് കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് മധുരം ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ഞാൻ പഞ്ചസാരയാണ് പ്രിഫർ ചെയ്യുന്നത്. ശർക്കര ഇതിലെനിക്ക് വലിയൊരു എന്താ പറയുക ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതാ ഒക്കെ നന്നാക്കി കൈകൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴം നന്നാക്കി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേഗം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഓവറായിട്ട് കുക്കാവേണ്ട ഇത്. ഓക്കെ കേട്ടോ. ഇനി ഞാൻ പഴം തോല് പൊളിച്ചെടുക്കാൻ പോവാണ്. ഞാൻ ചൂടോടെ തന്നെ തോല് പൊളിച്ചെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചൂടാറിയിട്ട് തോല് പൊളിച്ചാൽ മതിയോ. അങ്ങനെ പഴമല്ലാതെ തോല് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 3/4 കപ്പോളം മൈദാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനൊരു ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ബാറ്റർ തയ്യാറാക്കാണ്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട. ചിലപ്പോൾ വെള്ളം കൂടി പോയാൽ പിന്നെയും പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെയും ഇങ്ങനെ നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ആദ്യമേ വളരെ കുറഞ്ഞ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ തയ്യാറാക്കില്ലേ, സെയിം കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഓരോ പഴം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്യില്ല കേട്ടോ. ഈ അറ്റം മാത്രമൊക്കെ ഒന്ന് സ്പേസ് വിട്ടിട്ട് ഉള്ളിങ്ങനെ നന്നാക്കി തുറന്നു കൊടുക്കുക ഇതുപോലെ കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങയില്ല അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേശ്ശെ നിറച്ച് കൊടുക്കുക കേട്ടോ. സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി വെച്ചിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നാക്കി ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും മതിയാ. ഇനി നമ്മൾ അടുത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. എൻഡ് കട്ട് ചെയ്യരുത്. നല്ലോണം ഇങ്ങനെ തുറന്നു കൊടുക്കുക. എന്നിട്ട് നമുക്ക് പഴത്തിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ ഉണ്ട് കേട്ടോ. ഓക്കെ, മാക്സിമം ഒന്ന് നല്ലോണം അമർത്തി കൊടുക്കണേ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പഴത്തിൻ്റെ എണ്ണയൊക്കെ കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ തേങ്ങയുടെ അളവും
പഞ്ചസാരൻ്റെ ഒക്കെ കൂട്ടിയെടുക്കാൻ മറക്കരുത്. ഓക്കെ, നമ്മളിതാ 3 പഴം എടുത്തിട്ടുള്ളൂ. അത് 3 ഇതാ ഒക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ ബേ. അപ്പോൾ നമുക്കിതാ ഇത്രയും തേങ്ങ ബാക്കിയാണ്. ഇനി നമ്മൾ പഴം പൊരിച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് എല്ലാം അതാ തുറന്നിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളിതാ ഒരു പഴം ഇതിലൊന്ന് മുക്കിയെടുക്കുകയാണ്. പഴം ഇട്ടപ്പോഴാണ് പാത്രം ചെറുതായത് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മളിതാ സ്പൂൺ കൊണ്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ കോരി ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതേ സ്പൂൺ കൊണ്ട് ഇതങ്ങനെ എടുക്കട്ടോ. എന്നിട്ട് നമ്മൾ തിളച്ച എണ്ണയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പഴം പുഴിഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുക. ഒക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഭാഗം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, 2 ഭാഗം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചീനച്ചട്ടിയിൽ നിന്നിട്ട് കോരി മാറ്റാം. നല്ലോണം ഓയിലൊക്കെ വാർത്തെടുക്കണേ. ഇതാ ഞാനതൊരു ഇലയിലേക്ക് വെച്ചെടുക്കണേ. അപ്പം നമ്മുടെ ഫസ്റ്റ് പഴം നിറച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പോവാനെ. ഇതാ പഴം നിറച്ചത് ഇതാ ഈ നമ്മുടെ ഈ ബാറ്ററിലിട്ടിട്ട് മുക്കിയെടുക്കാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മേലേക്കൊക്കെ ഇങ്ങനെ കോരി ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങനെ പൊതിച്ചിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചീനച്ചട്ടിയിൽ 2 ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഇടുമ്പോൾ ഒന്ന് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം അടുത്തത് ഇടുക. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലൊക്കെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് കരിഞ്ഞു പോലെ ഉണ്ട്. നോ പ്രോബ്ലം. അടുത്തത് മറിച്ചിടാനായിട്ടില്ലേ. അപ്പോൾ അടുത്തതും മറിച്ചിട്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേഗം മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പഴം നിറച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3ാമത്തതും കോരിയെടുത്ത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഒരു കിടിലം പഴം നിറച്ചതിൻ്റെ ഐറ്റാണ് കേട്ടോ. സംഭവം എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. ഇനി ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഒരു ചെറിയ പീസ് ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടാട്ടോ. കണ്ടില്ലേ, വായിലിടുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഞെരിഞ്ഞ് വരുന്ന ഒരു സൗണ്ടാണ്. അടിപൊളി കേട്ടോ. അപ്പോൾ ചായ എടുക്കട്ടെ കേട്ടോ. നമ്മുടെ വൈകുന്നേരത്തെ ചായയാണ് കേട്ടോ. ഇന്ന് കട്ടൻ ചായയല്ലേ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.